അല്ലെങ്കിലും ഈ സഖാക്കൾക്ക് ഇങ്ങനെയാണ്, വൈകിയേ നേരം വെളുക്കും. ആര്യമുത്താണ് തിരുവനന്തപുരത്തിൻ്റെ മേയറൂട്ടിയാണെന്നൊക്കെ നാഴിക്ക് 100 വട്ടം ചൊല്ലിപ്പടിച്ച് പറഞ്ഞിരുന്ന ഒരു CPM-ൻ്റെ വനിതാ കൗൺസിലർ തനിക്ക് ആര്യയിൽ നിന്ന് നേരിട്ട തിക്താനുഭവം തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഇതോടെ മറ്റ് തിരുവനന്തപുരത്തിൻ്റെ ധീരപുത്രന്മാർക്കും എങ്ങാണ്ടെന്നറിയില്ല ധൈര്യം വന്നു. മുൻ മേയർ പ്രശാന്ത് MLA-യും തിരുവനന്തപുരത്തെ വനിതാ നേതാവും ജില്ലാ കമ്മിറ്റിയുമൊക്കെ ആര്യ രാജേന്ദ്രൻ എന്ന മേയറൂട്ടിക്കെതിരെ ഘോരഘോരം ഘടാഘടിയന്മാരെ രംഗത്ത് വന്നാണ് നമ്മൾ കണ്ടത്. നഗരസഭ BJP-ക്ക് തെരെഴുതി കൊടുത്ത് ഭരണം കൈമാറി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ ഷോ എന്ന് മാത്രം. 1.5 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയായിരുന്നു. വരൻ്റെ ഭാഗത്തു നിന്നും 4-5 പേർ, വധുവിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ 5-6 പേർ. ചടങ്ങിൻ്റെ ഭാഗമായി ഒരു ചെറിയ ചായ കുടി സൽക്കാരം. എല്ലാം കഴിഞ്ഞപ്പോൾ പോകുന്നതിന് മുമ്പായി ഹോട്ടലുകാർ ഒരു ബില്ല് കൊടുത്തു. വരനത് കൊടുക്കാൻ കൂട്ടാക്കിയെങ്കിലും വധു സമ്മതിച്ചില്ല. അവസാനം തർക്കം ശേഷം ബില്ലടച്ച് വരനും കൂട്ടരും ഇറങ്ങി. പിറ്റേന്ന് ആ ഹോട്ടലിലേക്ക് നഗരസഭയുടെ ഫുഡ് ഇൻസ്പെക്ടറുടെ വാഹനം വന്നു. കാര്യമായൊരു ഫൈൻ അടിച്ചു കൊടുത്തു ആ ഹോട്ടൽ ഉടമയ്ക്ക്. എന്തായിരുന്നു കാര്യമെന്ന് ഹോട്ടൽ ഉടമയ്ക്ക് വേറെ ആരോടും അന്വേഷിക്കേണ്ടി വന്നില്ല. മേയറൂട്ടിക്ക് ബില്ലെഴുതി കൊടുക്കുകയോ എന്നാണ്. അതായിരുന്നു അപരാധം. അഹങ്കാരമല്ലേ ഹോട്ടലുകാർ ചെയ്തത്? ഒരു മേയറോട് ബില്ല് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതിനുള്ള പണിയായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ രൂപത്തിൽ ഇതേ വന്നത്. അടുത്തത്, സർക്കാർ വണ്ടി ഇതിൻ്റെ തന്തയുടെ വകയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് മേയറൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ KSRTC ഡ്രൈവറായിരുന്ന യദു എന്ന ചെറുപ്പക്കാരനോട് ആക്രോശിച്ചത്. അതും പട്ടാപ്പകൽ നഗരമധ്യത്തിൽ വെച്ച്. മേയർ മിണ്ടിയില്ല, മേയറല്ലേ, പക്ഷെ ആക്രോശിച്ചു ആ യദുവിന് നേരെ. പിന്നെ ഒരു മേയറെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് അവൻ്റെ കഞ്ഞികുടി വരെ മുട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം മേയറെ മോശമാക്കി കാണിച്ചെന്ന കള്ളക്കേസെടുത്ത് ആ പാവത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ജോലി തെറിപ്പിച്ചു. ആ യദു ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ആരെങ്കിലും ഒരു ജോലി നൽകണമെന്ന് ചോദിച്ചുകൊണ്ട്. നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മേയറൂട്ടിയുടെ വലിയൊരു വിരോധിയാണ്. നഗരസഭ ഇറക്കിയ ഇലക്ട്രിക് ബസ്സിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ ഇടയ്ക്കൊക്കെ ഉരസിയിരുന്നു. പക്ഷേ കാര്യം വന്നപ്പോൾ യദുവിൻ്റെ ജോലി തെറിപ്പിച്ചത് ഇതേ ആദർശം പറഞ്ഞു നടക്കുന്ന ഇതേ ഗണേഷ് കുമാർ. തീർന്നില്ല, ആ ബസ്സിലുണ്ടായിരുന്ന GPS-ൻ്റെ ക്യാമറയുടെയും മെമ്മറി കാർഡ് പോലും കാണാനില്ല. ഇനി കണ്ടറിയാം ഈ ഗണേഷ് കുമാർ ആരോട് ചെന്ന് മുട്ടുമെന്ന്. ബസ്സിൻ്റെ ഷെഡ്യൂൾ മാറിപ്പോയാലും എന്ത് ചെയ്യും? വിവരമറിയും. BJP കൗൺസിലറോട് കളിക്കാൻ ചെന്നാൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള പാസ്പോർട്ട് ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഗേറ്റിന് മുന്നിലേക്ക് മേയറുടെ കാർ ബോർഡ് വെച്ച് വരുന്നു. ഒരു പേഴ്സണൽ ആവശ്യമാണ്. വണ്ടിയിൽ മേയറുമുണ്ട്, ഭർത്താവ് MLA-യുമുണ്ട്. നോ പാർക്കിംഗ് ബോർഡുണ്ട്. സെക്യൂരിറ്റി ചന്ദ്രബാബു ഓടി വന്നിട്ട് പറയുന്നു, സാർ ഇവിടെ ഫ്രണ്ടിൽ പാർക്കിംഗ് അനുവദനീയമല്ല. ഉടനെ വന്നു മേയറൂട്ടിയുടെ ചോദ്യം, തനിക്ക് പ്രോട്ടോകോൾ അറിയില്ലേ? കോർപ്പറേഷൻ ഭരിക്കുന്നത് ആരാണെന്ന് അറിയില്ലേ? സെക്യൂരിറ്റി പറഞ്ഞു, സാർ ഇവിടെ മുമ്പ് പാർക്കിംഗ് ഇല്ല, മന്ത്രിമാരൊക്കെ വന്നാൽ അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് നടന്ന് ഉള്ളിലേക്ക് കയറും, അങ്ങനെയാണ്. പക്ഷേ മേയർ കുട്ടി കേട്ടില്ല. വാഹനം അവിടെ തന്നെ പാർക്ക് ചെയ്തു, മുകളിൽ പോയി മടങ്ങി വന്നു. അപ്പോൾ സംഭവിച്ചത് ഈ സെക്യൂരിറ്റിക്കാരൻ ചന്ദ്രബാബുവിൻ്റെ പണിയും പോയി. എന്തുകൊണ്ട് LDF ഇവിടെ തോറ്റു എന്ന വലിയ വിശകലനത്തിനൊന്നും ആവശ്യമില്ല. ആര്യ രാജേന്ദ്രൻ എന്ന അഹങ്കാരിയുടെ ഭരണം അങ്ങനെയായിരുന്നു. അതിൻ്റെ അർത്ഥം VV രാജേഷ് എന്ന പുതിയ മേയർ മികച്ചതെന്നുമല്ല. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. VV മേയറൂട്ടിയെ കവിച്ചു വയ്ക്കും. ഇന്നലെ വരെ മേയർ അങ്കിളിനെ തേച്ചൊട്ടിച്ചിരുന്ന ഹാൻഡിലുകളൊക്കെ ഇന്ന് മേയർ അങ്കിൾ എന്ന നന്മമരത്തിന് വെള്ളമൊഴിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും നഗരസഭയിലെ 50 വാർഡുകളിലെ ജനത്തിൻ്റെ അവസ്ഥ താമരയല്ല, സമ്പൂജ്യമായിക്കൊണ്ടിരിക്കുകയാണ്.